ഹലോ ഫ്രണ്ട്സ്, ഡേ ടു ട്രാവൽ ബ്ലോഗ്സിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ്. റിജേക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്രിസ്മസിന് 2-3 ദിവസം മുമ്പ്, അതായത് ബ്ലാക്ക് ഫ്രൈഡേ ആ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും റിജേക്കയിൽ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയി എടുത്തൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ആണ്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ പോവുകയാണ്. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ റിജേക്കയിൽ എങ്ങനെയുണ്ട് സിറ്റുവേഷനിൽ. അത്യാവശ്യം ഈ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം അത്യാവശ്യം നല്ല ക്ലീനാണ്. നമുക്ക് എവിടെ നോക്കിയാലും നല്ല രസമാണ്. നല്ല രീതിയിലുള്ള വ്യൂസ്, നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ റിജേക്കയിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല ആൾക്കാരാണ്. ഇവിടെയുള്ള ആൾക്കാർ മൊത്തം നല്ല വൈബ് ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ അന്നത്തെ ദിവസം ലൈറ്റൊന്നും ഓണാക്കിയിരുന്നില്ല. അത്യാവശ്യം നല്ല പാക്കേജ്. ക്രിസ്മസിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കാര്യങ്ങൾ എടുത്തിരുന്നത്. അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ ലൈറ്റൊന്നും ഇടാഞ്ഞതുകൊണ്ട് എനിക്ക് അത്ര റിവ്യൂ നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ കടകളിൽ ഷോപ്പുകളെല്ലാം ക്ലോസ് ആയിരുന്നു. 4 മണി 5 മണി ആ ടൈമാണ് ഞാൻ പോയത്. പക്ഷേ എന്തുകൊണ്ട് ബെറ്ററാണ്. ഇവിടെ നല്ലപോലെ ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സാഗ്രബിലേക്കാണ്. സാഗ്രബിലേക്ക് 2 ദിവസം മുമ്പ് പോയി. അത്യാവശ്യം അവിടെ നല്ല രസമുണ്ട്. അവിടെ കാണാൻ അവിടുത്തെ ലൈറ്റ് വ്യൂസ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഇറ്റ്സ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവിടുത്തെ ലൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ പച്ച നീല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഫുള്ളി വൈറ്റ് മാത്രമേ ഞാൻ കണ്ടതുള്ളൂ. മോശമായിട്ടുള്ള രീതിയിലൊന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ, നല്ല അഡ്വൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വീട്ടിലേക്ക് വെച്ചിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ക്യാമറയിൽ അത്യാവശ്യം ബ്ലറാകുന്നുണ്ട്. അത് ലൈറ്റ് റിഫ്ലക്ഷൻ അടിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഒരു പോലീസുകാരനാണ്. പുള്ളിക്കാരന് തണുപ്പ് കാരണം പോക്കറ്റ് കൈയൊക്കെ ഇട്ട് വൃത്തിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ സീബ്ര ക്രോസ് വെയിറ്റ് ചെയ്യുകയാണ്, സിഗ്നൽ വരാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന നല്ല പോലെ വ്യൂസ്, പോലെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ നേരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, സീബ്ര ലൈനിൽ വെയിറ്റ് ചെയ്യുകയാണ് ഗ്രീൻ ലൈൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ സൈഡിൽ പോവുക എന്ന് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രീൻ ലൈൻ വന്നു. ഇവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ ഡെക്കറേഷൻ, ലൈറ്റ് സെറ്റിംഗ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ലൈറ്റ് സെറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ, പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു മരത്തിൻ്റെ ഒരു സൈഡിലേക്കാണ്. കാരണം ആ മരത്തിൻ്റെ അകത്ത് ഒരാൾക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോവുകയാണ്. ചെറിയൊരു മരമാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരാൾക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാം എന്ന് ചിന്തിച്ച് ഞങ്ങൾ പോവുകയാണ്. അവിടെ നമ്മൾ ചെന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയും, അവിടെ വെച്ച ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്, അവിടെ വന്നിട്ട് നോക്കാറുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് സുഖമായിട്ട് അവിടെ ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഹൈഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മരം. ഒരാൾക്ക് സുഖമായിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, നമുക്കിവിടെ നിൽക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ. ഞാൻ വിചാരിച്ചു അകത്ത് നല്ലപോലെ സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല. ഒരാൾക്കോ അല്ലെങ്കിൽ 2 ആൾക്കാർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഒരു ലൈറ്റ് സെറ്റിങ്ങിലേക്കാണ്. ഒരു സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സ്റ്റേജാണ്, റിബണൊക്കെ ഇട്ട് നല്ലൊരു സ്റ്റേജാണ്. ഓക്കെ, അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിട്ട് പോകുമ്പോൾ കാണുന്നതൊക്കെ ചെറിയ കടകളാണെന്ന് തോന്നുന്നു. ഓപ്പൺ അല്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് കടയാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു വെളിയിൽ. ക്രിസ്മസിന് തലേ ദിവസം ആയതുകൊണ്ട് എല്ലാ ലൈറ്റുകളും ഓൺ. അത്യാവശ്യം നല്ലപോലെ കവറിങ് ചെയ്ത ലൈറ്റ് നല്ലപോലെ വ്യൂസ് ഇട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ മരത്തിലും വെള്ള ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഇവിടെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും അത്യാവശ്യം ബേസിക്കായിട്ടുള്ള രീതിയിലെല്ലാം മാന്യമായിട്ടുള്ള രീതിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനോടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്റ്റേജ് ഇതാണ്. ആ സ്റ്റേജിൻ്റെ ചുറ്റും ആ ലൈറ്റോട് കവർ ചെയ്ത് ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ കാണുന്നത്. ഇതിലൊരു റൗണ്ട് ഷേപ്പിലാണ് വീഴുന്നത്. റൗണ്ട് ഷേപ്പ് ഇങ്ങനെ നമ്മൾ പുറത്തൂടെ പോയാൽ അപ്പുറത്തെ എല്ലാം എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അവിടുന്ന് നേരെ അങ്ങോട്ട് പോകും എന്നൊന്നൊരു വൃത്തമില്ലാതിരിക്കുന്ന നേരത്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത്.
ചെറിയ മഴക്കോളുണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം തീയതി വൈകിട്ട് കാണപ്പെടുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് അത്രയും ക്ലൗഡോ അങ്ങനെയൊന്നും ഉള്ള രീതിയിലൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ നേരെ നമ്മൾ സെൻറ്ററിലേക്ക് നീങ്ങുകയാണ്. ഇതിലേക്ക് സെൻറ്ററിലാണ് പരിപാടിയെല്ലാം നടക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പോകുന്നത് ട്രാമിൻ്റെ സെൻറ്ററിൽ കൂടെയാണ്. ട്രാം പോകുന്ന ട്രാക്കിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും കാണപ്പെടുന്ന ട്രാമിൽ പോകുന്ന ഒരു വേ ആണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പുരോഗതിയാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് സെറ്റിംഗ്, അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ഉണ്ട്. എപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ നല്ലപോലെ റൂം ആയിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളും, ഇൻറ്റീരിയർ ഔട്ട് ഏരിയ എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് വ്യൂസ്, ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പെടും. സഗ്രിബിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും സഗ്രിബിൽ തന്നെയാണ്. അവിടെയാണ് എല്ലാ ആൾക്കാരും വന്നു ചേരുക, എല്ലാം വരുന്നു പോകുന്ന ഒരു ടൈമാണ് ഈ ടൈം. അകത്ത് നല്ലപോലെ ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, കാണാനും സംസാരിക്കാനൊക്കെ ഒരു നൈസ് ആൾക്കാരാണ്. ഒരു പ്രോബ്ലം ഇല്ലാത്ത കാമാണ്. എല്ലാ ആൾക്കാരും എല്ലാം കാമാണ്. കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ടൗണ്. ഈ ഏരിയയിലാണ് ആൾക്കാരെല്ലാവരും വന്ന് ഒരു ക്രിസ്മസിൻ്റെ ആയിക്കോട്ടെ ന്യൂ ഇയറിൻ്റെ ആയിക്കോട്ടെ പരിപാടിയൊക്കെ നടക്കുന്നത് ഈ ഒരു ഹാളിൽ വെച്ച്, ഈ ഒരു സെൻറ്ററിൽ വെച്ചായിരിക്കും. അത്യാവശ്യം എല്ലാ ഇന്ത്യക്കാരും പ്രവാസിക്കാരും എല്ലാ ആൾക്കാരും ഇവിടെ വരികയാണ് ചെയ്യുക. നല്ലപോലെ സ്പേസ് ഉണ്ട് ഇവിടെ. എല്ലാ ട്രാമും ഇവിടെ നിർത്തുകയും അപ്പോൾ എല്ലാ ആൾക്കാർക്കും കയറിപ്പോകാനും വരാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യം ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു എന്തുകൊണ്ടും മികച്ച തീരുമാനമാണ്. ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഒത്തിരി ഓവർ ലൈറ്റും എല്ലാം ഒത്തിരി കാര്യങ്ങളെല്ലാം നല്ല ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈറ്റും ഉള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രാമിൻ്റെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പർ സെക്ഷനിലോട്ട് പോവുകയാണ്. കാരണം അപ്പർ സൈഡിലാണ് പരിപാടിയൊക്കെ നടക്കുക. പരിപാടി ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ പരിപാടീസായിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ വെച്ചാണ് കുറേ ആൾക്കാർ വരികയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു ട്രീ മരമുണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാക്കിലേക്ക് നമുക്കങ്ങനെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. പക്ഷേ അത് സൂക്ഷിക്കണം, എപ്പോഴാണ് ട്രാം വരിക നമുക്കറിയില്ല. ഇവിടെ ഈ പരിപാടി നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അത്യാവശ്യം പരിപാടി ഉണ്ടെന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ അന്നത്തെ ദിവസം പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ട് കേട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. ഈ കാണുന്നതാണ് ഒരു ക്രിസ്മസ് ട്രീ. ഇച്ചിരി വലിയ ട്രീ ആണ്, നമ്മൾ വിചാരിക്കുന്നത് അത്രയല്ല. ആ പോകുന്നതാണ് ട്രാം. ഇവിടുത്തെ ആൾക്കാർ സ്പെഷ്യലായിട്ട് ഓടുന്നത് ലോക്കലായിട്ട് ഓടുന്ന ട്രെയിനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകും. ഞാൻ 2 വട്ടം കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്നു. ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഏതൊരാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടിപ്പു സുൽത്താനെ പോലെ ഒരാളായിരിക്കും. ഇവിടുത്തെ ക്രൊയേഷ്യയിലെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബാണ്. കാരണം ഇവിടെയൊക്കെ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. ഇവിടെ ആൾക്കാരൊക്കെ നല്ല ക്ലീനാണ്, സെറ്റാണ്. ഒരു നല്ല വേവ് ലെന്തിലാണ് ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ.